അതിൽ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നാൽ എന്നെ കൂടെ കൊല്ല്, എന്നെയും ബാക്കി വച്ചേക്കുന്നത് എന്തിനാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് പോയി മോദിയോട് പറ എന്നുള്ളതാണ് അല്ലേ. ആ സ്ത്രീകൾ മോദിയോട് പറഞ്ഞു, മോദി കേട്ടു, മോദി ഓപ്പറേഷൻ ഒരു പേര് വിട്ടു, ചെന്ന് പൊട്ടിച്ചോ, തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു, തിരിച്ചടിച്ചു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ അത്രത്തോളം സന്തോഷവും അഭിമാനവും, സന്തോഷം കൊണ്ട് കണ്ണു നിറയുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനൊക്കെ ഉള്ളത്. ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഈ വിവരം അറിയുന്നത് വെളുപ്പിനെ ഒരു 3 മണിയോട് കൂടിയിട്ടാണ്. തൃശ്ശൂർ പൂരത്തിന് രാവിലെ വെടിക്കെട്ടും കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു വിവരം നമ്മൾ അറിഞ്ഞു. നെറ്റ് കിട്ടുന്നില്ല എങ്കിലും ഇടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ലോഡാവുന്നുണ്ട്. അതിൽ നിന്നൊരു ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നായിരുന്നു ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് അറിയാമല്ലോ, വലിയ വെടിക്കെട്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം നമ്മൾ ആഘോഷിക്കുന്നു, നമ്മളുടെ കൺമുമ്പിൽ ആഘോഷിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, ആ പേരിന് തന്നെ അത്രത്തോളം മനോഹാരിതയുണ്ട്, അത്രത്തോളം വൈകാരികതയുണ്ട്. ആ പേരിൻ്റെ അർത്ഥമൊക്കെ ചിന്തിച്ചപ്പോൾ ഇതിങ്ങനെയാണല്ലോ എന്നോർത്ത് നമുക്ക് അത്രയും കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ ചെയ്തത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. നമ്മൾ ഓർക്കുന്നുണ്ടാകും, കുറച്ചു കാലം മുമ്പ് പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരവാദി ആക്രമണം. അതിൻ്റെ അകത്ത് നിഷ്കളങ്കരായിട്ടുള്ള നമ്മളുടെ സഹോദരന്മാരുടെ ജീവൻ ആ നരാധമന്മാർ ക്രൂരമായിട്ട് കവർന്നിരിക്കുകയാണ്. അത്രത്തോളം ബ്രൂട്ടലായിട്ടായിരുന്നു അവരെ കൊന്നിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാതെ ആണുങ്ങളെ മാത്രം കൊല്ലുകയാണ്. അത് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നമ്മളുടെ രാജ്യം ഒറ്റക്കെട്ടായി ചോദിച്ചത് ഒരേ കാര്യമാണ്, ഇതിനുള്ള മറുപടി വേണ്ടേ. ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു നമ്മളുടെ സൈന്യം നൽകിയിട്ടുണ്ടായിരുന്നത്, ആംഡ് ഫോഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിലുള്ള കാശ്മീർ ഭാഗത്തും, അതായത് POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ എന്നൊക്കെ പറയുമല്ലേ, ഇവിടെ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ഭീകരരുടെ ക്യാമ്പുകളിൽ നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് കയർ നടത്തിയിട്ടുള്ള ഒരു ദീപാവലിയുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമുണ്ട്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്നലെ രാത്രി വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയ്ക്കോ എന്ന് പറയാൻ സാധിക്കുമല്ലേ, ആ ഒരു സമയത്തായിട്ടാണ് ഇത് നടന്നത്. ഈ ഓപ്പറേഷൻ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് അടുത്തിടെ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഭീകരർക്ക്, തീവ്രവാദികൾക്ക് പരിശീലനവും സഹായവും ലഭിച്ചിരുന്ന 9 കേന്ദ്രങ്ങളെയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുകയും തീവ്രവാദികളെ അയക്കുകയും ചെയ്ത കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ്. ഇത് വളരെ ആസൂത്രണം ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് നമ്മളുടെ ഗവൺമെന്റ് പറഞ്ഞു. ഒരു സാധാരണക്കാരനോ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾക്കോ ഒരു തരത്തിലുള്ള നാശനഷ്ടവും വരുത്തില്ല എന്നും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ, ആ പേരിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്, വലിയൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാം, അത്രത്തോളം നമ്മളെയൊക്കെ ഇമോഷണലി ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു പേരാണ്. സിന്ദൂരം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നെറുകയിൽ ചാർത്തുന്ന ഒന്നാണല്ലേ. ആ ഒരു ചുമന്ന കുങ്കുമത്തെയാണ് നമ്മൾ സിന്ദൂരം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ പെഹൽഗാം ആക്രമണം നോക്കുവാണെങ്കിൽ എന്താ സംഭവിച്ചത്, ഒരുപാട് സ്ത്രീകളുടെ ഭർത്താക്കന്മാരെയാണ് ആ തീവ്രവാദികൾ നിഷ്ഠൂരമായിട്ട് കൊന്നുതള്ളിയിട്ടുണ്ടായിരുന്നത്. അതിൽ 6 ദിവസം മാത്രം, കല്യാണം കഴിഞ്ഞ് 6 ദിവസം മാത്രമായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ വിനയ് നെർവാൾ. 2 മാസം മാത്രമായിട്ട് കഴിഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു, ശുഭം ദിവേന്തി അല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഭാര്യമാര് ഒരു ഹണിമൂണിന് അവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കശ്മീർ പോയിട്ടുണ്ടായിരുന്നത്, ആ മിനി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നത്. നിമിഷ നേരം കൊണ്ട് അവർ വിധവകളായി മാറുകയാണ്, അവരുടെ സിന്ദൂരം മായ്ക്കപ്പെടുകയാണ്. ഇതിൽ നമ്മളുടെ ഒരു മലയാളിയുണ്ട്, N. രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായി മാറുകയാണ്. ആ ഒരു അമ്മയുടെ സിന്ദൂരവും മായ്ക്കപ്പെടുകയാണ്. അതായത് ഇവര് വിധവകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിന്ദൂരം തൊടാൻ പാടില്ല. അങ്ങനെ ഈ തീവ്രവാദികൾ മായ്ച്ചു കളഞ്ഞത് നമ്മളുടെ സഹോദരിമാരുടെ നെറുകയിലെ സിന്ദൂരമാണ്. മാത്രമല്ല, അതിൽ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നാൽ എന്നെ കൂടെ കൊല്ല്, എന്നെയും ബാക്കി വച്ചേക്കുന്നത് എന്തിനാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് പോയി മോദിയോട് പറ എന്നുള്ളതാണ് അല്ലേ. ആ സ്ത്രീകൾ മോദിയോട് പറഞ്ഞു, മോദി കേട്ടു, മോദി ഓപ്പറേഷൻ ഒരു പേര് വിട്ടു, ചെന്ന് പൊട്ടിച്ചോ, നിങ്ങൾ സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് നൽകിയാണെന്ന് പറഞ്ഞിട്ട് മോദി നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിലെ ചുണക്കുട്ടന്മാരെ വിട്ടു. അവർ കയറി പൊട്ടിച്ചു. അവിടെ മരണപ്പെട്ട് വീണ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അവിടെ വിധവകളാക്കപ്പെട്ട സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരം തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്, അഥവാ ഓപ്പറേഷൻ സിന്ദൂരം എന്നുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ത്രീകളുടെ നെറുകയിലെ സിന്ദൂരം മായ്ച്ചല്ലേ, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും, അവർക്ക് വേണ്ടി ഞങ്ങൾ പകരം ചോദിക്കും, പറയുക മാത്രമല്ല ചെയ്ത് കാണിച്ചിരിക്കുമെന്നുള്ള ആ ഒരു തൻ്റെ ഇടമുണ്ടല്ലോ, അതാണ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സായുധ സേനകളുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇന്ന് കാണുകയുണ്ടായത്. നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ ഒക്കെ തന്നെ സൈന്യത്തെ അഭിനന്ദിച്ചപ്പോൾ പേരിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും അവർ പറഞ്ഞിരുന്നു. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു
ലെഫ്റ്റനന്റ് കേണൽ കൂടെയാണല്ലേ. അദ്ദേഹം പറഞ്ഞത് ഒരു പാരമ്പര്യം എന്ന നിലയിൽ മാത്രമല്ല, ഞങ്ങളുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ സിന്ദൂരം ധരിച്ചത്. ഞങ്ങളെ വെല്ലുവിളിക്കൂ, ഞങ്ങൾ എക്കാലത്തെക്കാളും നിർഭയരും ശക്തരുമായി ഉയരും. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, BSF എന്നിവയുടെ ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ അഭിമാനത്തെ ഇന്ധനമാക്കുന്നു. സത്യമാണ്. കാരണം ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള ഓരോ വാർത്തകൾ കാണുമ്പോൾ, ഓരോ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ അത്രത്തോളം അഭിമാനമായിരുന്നു ഓരോ ഭാരതീയൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളിനി അടുത്ത് നോക്കേണ്ടത് എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്, ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല. നമ്മളുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും പിന്നെ നമ്മളുടെ ഇന്റലിജൻസ് വിഭാഗവും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ആഴ്ചകളോളം ഇതിന് തയ്യാറെടുപ്പുകൾ നടന്നു. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഞങ്ങൾ മറുപടി ചോദിച്ചിരിക്കുമെന്നല്ലേ. മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം കൂടുതൽ അക്രമങ്ങൾക്ക് അവർ തയ്യാറെടുക്കുന്നുണ്ട് എന്നൊരു വിവരമാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള അവസരത്തിൽ നമ്മളുടെ ആംഡ് ഫോഴ്സസ് കയറിയെട്ടിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. സൈന്യത്തിന് എപ്പോൾ, എവിടെ, എങ്ങനെ ആക്രമിക്കണം എന്ന് തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതായത് ആർമിക്ക് ഫ്രീ ഹാൻഡ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യോജിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യത്വത്തിനും നമ്മളുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനും യോജിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് ഫ്രീ ഹാൻഡ് കൊടുക്കും. ഈ നീക്കം ആരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് നമ്മളുടെ ഭാഗത്തു നിന്ന് ലോകത്തോട് വ്യക്തമാക്കുകയും ചെയ്തു. സാധാരണക്കാരെയോ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയോ ഒന്നും തന്നെ നമ്മൾ ലക്ഷ്യം വച്ചിട്ടുമില്ല. ആക്രമണം നടത്തിയത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇന്നലെ രാത്രിയിൽ വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയ്ക്കോ ആയിട്ടാണ് ഈ നമ്മുടെ രാജ്യം പാകിസ്ഥാനിലും POKയിലും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാനും POKയ്ക്കും മുകളിലൂടെ പറന്ന് വളരെ പുതിയതും കൃത്യമായി ലക്ഷ്യം കാണുന്നതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് 9 ഭീകര ക്യാമ്പുകൾ തകർക്കുകയാണ്. ഈ ക്യാമ്പുകൾ പ്രധാനമായിട്ടും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള ഭീകരവാദ സംഘടനകൾ ഉപയോഗിച്ച് വന്നിരുന്നവയാണ്. ആക്രമിച്ച 9 സ്ഥലങ്ങളിൽ 4 എണ്ണം പാകിസ്ഥാന്റെ ഉള്ളിലും 5 എണ്ണം POKയിലുമായിരുന്നു. ലഷ്കറിന്റെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്യാമ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല ഭീകരവാദ കേന്ദ്രങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ സൈന്യം ഇതിനായിട്ട് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും ചെറിയ ഡ്രോണുകളും അങ്ങനെ വളരെ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചു. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പുള്ള കെട്ടിടങ്ങൾ പോലും കൃത്യമായിട്ട് തകർക്കാൻ വേണ്ടിയായിരുന്നു. സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് കേടുപാടുകൾ വരാതെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ ബോംബ് ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ആക്രമണം വളരെ വേഗത്തിലായിരുന്നു കേട്ടോ. 25 മിനിറ്റ് കൊണ്ട്, 25 മിനിറ്റ് കൊണ്ട് ഈ 9 ക്യാമ്പുകളും പൂർണ്ണമായിട്ട് നമ്മളുടെ എയർഫോഴ്സ് തകർക്കുകയാണ്. തകർത്തു മാത്രമല്ല, ഞൊടിയിടയിൽ നമ്മളുടെ താവളത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഉടനെ അടിച്ചുവിടാൻ തുടങ്ങി, നമ്മളുടെ വിമാനങ്ങൾ അവിടെ തകർന്ന് വീണു, നമ്മളുടെ വിമാനങ്ങൾ എടുത്ത് അവർ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ വാർത്തകളും പഴയ വീഡിയോസൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. 25 മിനിറ്റുള്ളിൽ കാര്യം നടപ്പിലാക്കിയിട്ട് നമ്മളുടെ വിമാനങ്ങൾ തിരിച്ച് അവരുടെ ബേസിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേർന്നു. ആക്രമണത്തിന് ശേഷം എന്താണ് ഉണ്ടായത്, ലോകം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആക്രമണം നടന്നതിന് ശേഷം ലക്ഷ്യമിട്ട ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കുകയും കുറച്ച് ഭീകരരെ വകവരുത്തുകയും തീവ്രവാദികളെ കൊന്നുവെന്ന് നമ്മളുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലി തന്നെ പറയുന്നുണ്ട്. പെഹൽഗാമിൽ നമ്മളെ ആക്രമിച്ച തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇതിനെതിരെ രംഗത്ത് വന്നു. ആക്രമണത്തിൽ സാധാരണക്കാർ മരിച്ചു, പലർക്കും പരിക്കേറ്റു എന്നൊക്കെ അവർ അവകാശപ്പെടുകയാണ്. ഇന്ത്യ പറയുന്നത് ഇത് ശരിയല്ല, അന്ന് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത് എന്നുള്ളതാണ്. പിന്നെ പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും ഡ്രോണുകൾ വീഴ്ത്തിയെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതൊക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പാകിസ്ഥാൻ വിമാനം വീഴ്ത്തി, എവിടെ? ഓൺലൈനിൽ, ഇൻസ്റ്റഗ്രാമിൽ അവർ വിമാനം വീഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതിനെ ഒരു യുദ്ധമെന്ന് വിളിക്കുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ അതിർത്തിയിൽ വെടിവെപ്പും ഷെല്ലാക്രമണം നടക്കുകയാണ്. LOCയുടെ അടുത്തും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മറ്റു രാജ്യങ്ങളുടെ പ്രതികരണം വളരെ ശ്രദ്ധയോടെയായിരുന്നു. ചൈനയാണെങ്കിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അയ്യോ, ചൈനയുടെ മെയിൻ ആളല്ലേ പാകിസ്ഥാൻ എന്നുള്ളത്. അപ്പോൾ ഖേദം പ്രകടിപ്പിച്ച ശേഷം എല്ലാവരും ശാന്തരാകാനും പ്രശ്നം വഷളാക്കാതിരിക്കാനും ആവശ്യപ്പെടുകയാണ്. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും എല്ലാം പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാനാണ് പറഞ്ഞത്. ആരും ഇന്ത്യയെ നേരിട്ട് അപലപിക്കുക, അതായത് ഇന്ത്യ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ആരും ഒരിക്കലും പറയില്ല. കാരണം ലോകരാജ്യങ്ങളുമായിട്ട് അത്രത്തോളം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. അമേരിക്ക ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേൽ ആയിട്ടാണെങ്കിലും UK ആയിട്ടാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അത്രയും ബന്ധമാണുള്ളത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും അമേരിക്കയും ഇസ്രായേലൊക്കെ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അഥവാ
ഓപ്പറേഷൻ സിന്ദൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഒരു ഓപ്പറേഷൻ കാണിക്കുന്നത് നമ്മളുടെ സൈന്യം എത്ര ശക്തരാണെന്നും ഭീകരത നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ ഉടൻ മറുപടി നൽകുമെന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചടിക്കാൻ അവർക്ക് കഴിവുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയത്. സാധാരണക്കാർക്ക് ഒരു അപകടവും വരുത്താതെ ഭീകരരെ മാത്രം രക്ഷപ്പെട്ട് നടത്തിയ ഈ ഓപ്പറേഷൻ നമ്മളുടെ സൈന്യത്തിന്റെ കഴിവിനെയും മനുഷ്യത്വത്തെയുമാണ് കാണിക്കുന്നത്. ഓപ്പറേഷൻ നടന്നതിന് ശേഷം ഇപ്പോഴും അതിർത്തിയിൽ പൂർണ്ണമായിട്ടുള്ള ശാന്തത വന്നിട്ടില്ല കേട്ടോ. ചെറിയ തോതിലുള്ള വെടിവെപ്പുകളും സൈനികരുടെ ഭാഗത്തു നിന്നുള്ള പെട്രോളിങ്ങും ഒക്കെ തുടരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള ചില നീക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സൈന്യം അവിടെ ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ തന്റെ നിലപാട് വളരെ വ്യക്തമായി ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഭീകരതയെ വെച്ച് വെറുപ്പിക്കില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ അജണ്ടകളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല. ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ പെഹൽഗാമി ഭീകരാക്രമണം നടത്തിയപ്പോൾ അവരുടെ അജണ്ട എന്തായിരുന്നു? പ്രധാനമായിട്ടും ടൂറിസ്റ്റേഴ്സ് വരുന്നതെന്നല്ലേ. നമ്മൾ ഇന്ത്യക്കാരെന്താ ചെയ്തതെന്നറിയാമോ? തൊട്ട് ദിവസം തന്നെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ പെഹൽഗാമിലേക്ക് ഒഴിവാണ്. കാരണം നമ്മൾ എടുക്കുന്നൊരു സ്റ്റാൻഡുണ്ട്, നിങ്ങളുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കിയില്ല. ടൂറിസ്റ്റേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ ചെയ്തത്? കൂടുതൽ ടൂറിസ്റ്റേഴ്സ് ആയിരിക്കും അങ്ങോട്ടിനി വരാൻ പോകുന്നത് എന്ന ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ ഭാരതീയർ, നമ്മളുടെ സാധാരണക്കാരുള്ള ജനങ്ങൾ എടുക്കുകയാണ്. സമ്മതിച്ചേ പറ്റൂ അവരെയൊക്കെ. അതോടൊപ്പം പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ചുള്ള നമ്മളുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളുടെ സൈന്യം കൊടുത്ത ശക്തമായിട്ടുള്ള മറുപടിയായിരുന്നു. പെഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള, ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള നമ്മളുടെ സഹോദരന്മാരുണ്ടല്ലോ, അവരുടെ നീതിക്ക് വേണ്ടി നമ്മളുടെ രാജ്യം പോരാടിയത് തന്നെയാണ്. ഈ ഓപ്പറേഷന്റെ പേര് പോലും ആ വേദനയും ഓർമ്മയും നിലനിർത്തുന്നു എന്നുള്ളതാണ്. നമ്മളുടെ സൈന്യം എല്ലായ്പ്പോഴും രാജ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നും വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളൊക്കെ പലപ്പോഴും നിങ്ങൾ കാണുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് നമ്മളുടെ ആംഡ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണെന്നല്ലേ. തീർത്തും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവരൊക്കെ ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായനെ. പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ശത്രുവിനെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്, മറിച്ച് അകത്ത് നിന്ന് തന്നെയുള്ള ശത്രുക്കളെയാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണം, ആ ഒരു ഐഡിയോളജിയുമായി വെച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അവരെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെയോ ആർമിയുടെയോ മാത്രം കടമയല്ല, മറിച്ച് നമ്മളുടെ ഭാരതത്തിൽ, നമ്മളുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, നമ്മളുടെ ഭരണഘടനയെ വിശ്വസിക്കുന്ന, സാഹോദര്യത്തെ വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റെയും കടമ കൂടിയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് മേസിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.